നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നതിനിടെ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയ ആണവ ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഒമാനിൽ നടന്ന ചർച്ചയിൽ യുഎസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും പങ്കെടുത്തു. പരസ്പര വിശ്വാസം വളർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇറാൻ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസത്തിന്റെ മതിൽ തകർക്കണമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയത്. ഇതിനിടെ ഇറാൻ അമേരിക്ക നയതന്ത്ര ചർച്ച പൊളിക്കാൻ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഇസ്രയേലും വന്നിട്ടുണ്ട്. മസ്കറ്റ് ചർച്ചയ്ക്ക് പിന്നാലെ അടുത്ത ആഴ്ച തുടർ ചർച്ചയ്ക്ക് അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയിരിക്കെയാണ് ഇസ്രയേലിന്റെ അപ്രതീക്ഷിത ഇടപെടൽ. ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച ഒതുങ്ങുന്നത് തങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് പരിഹാരമാകില്ലെന്നാണ് ഇസ്രയേൽ വാദം. ഇക്കാര്യം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തിരക്കിട്ട യുഎസ് സന്ദർശനം. ഇറാനുമായുള്ള ചർച്ചകളിൽ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിയന്ത്രണം ഉറപ്പാക്കണമെന്നും ഇറാൻ അച്ചുതണ്ടിന് ലഭിക്കുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നും നെതന്യാഹു ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ച വൈകിട്ട് വൈറ്റ് ഹൌസിൽ ട്രംപുമായി നെതന്യാഹു ചർച്ച നടത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രയേൽ വ്യോമസേനാ മേധാവിയും നെതന്യാഹുവിനെ അനുഗമിക്കും. ഇന്ന് വൈകിട്ട് ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭയുടെ അടിയന്തര യോഗം ചേരും. ഇറാനുമായുള്ള അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നെതന്യാഹു അനുമതി തേടുകയായിരുന്നു. ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുക, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പരിമിതപ്പെടുത്തുക, ഹൂതികൾ ഉൾപ്പെടെ മിലീഷ്യകൾക്ക് നൽകുന്ന സഹായം നിർത്തുക എന്നീ 3 ഉപാധികൾക്ക് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ സൈനിക നടപടി വേണം എന്ന ആവശ്യമാണ് ഇസ്രയേൽ മുന്നോട്ടുവയ്ക്കുക. എന്നാൽ ദേശീയ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഖത്തറിൽ പ്രതികരിച്ചു. ആണവ പദ്ധതികൾക്ക് പുറമെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ചും ചർച്ച വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മിസൈലുകളുടെ കാര്യത്തിൽ ചർച്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ആണവ സമ്പുഷ്ടീകരണത്തിന് ഇറാൻ അംഗീകാരം തേടിയെങ്കിലും അമേരിക്ക ഇത് നിഷേധിക്കാനാണ് സാധ്യത. യുഎസുമായുള്ള അടുത്ത ചർച്ചാ തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും പ്രത്യക്ഷ ചർച്ചയ്ക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഇതിനിടെ മസ്കറ്റ് ചർച്ചയിൽ അമേരിക്കയെ പ്രതിനിധാനം ചെയ്ത പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, വൈറ്റ് ഹൌസ് ഉപദേശകനും ട്രംപിന്റെ മരുമകനുമായ ജറദ് കുഷ്നർ എന്നിവർ ഇന്നലെ ഗൾഫിൽ നങ്കൂരമിട്ട എബ്രഹാം ലിങ്കൻ പടക്കപ്പൽ സന്ദർശിച്ചു. യുഎസ് സെൻട്രൽ കമാൻഡ് മേധാവികളും അനുഗമിച്ചിരുന്നു. ഇറാനുമേൽ സൈനിക സമ്മർദ്ദം തുടരുന്നതിനു പുറമെ ഉപരോധ നടപടികളും ശക്തമാക്കാനാണ് യുഎസ് തീരുമാനം. ഇതിനിടെ ഇറാനുമായി ചർച്ചകൾ നടക്കുന്നതിനിടെ ഇറാൻ ബന്ധം ആരോപിച്ച കമ്പനികൾക്കും വ്യക്തികൾക്കും മേൽ ഉപരോധം ചുമത്തി അമേരിക്ക. 2 വ്യക്തികൾ, 15 കമ്പനികൾ, 14 കപ്പലുകൾ എന്നിവയ്ക്കാണ് ഉപരോധം. ഇറാനു വേണ്ടി ഇന്ധനക്കടത്ത് നടത്തിയെന്നാരോപിച്ചാണ് നടപടി. ഇതിനിടെ പടക്കപ്പൽ വ്യൂഹത്തിലെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങളും യുഎസ് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടു. ഹോർമുസ് കടലിൽ ഇറാൻ തങ്ങളുടെ 40 അതിവേഗ ബോട്ടുകൾ വിന്യസിച്ചു. IRGCയെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ. ചർച്ചകൾക്കിടയിലും മാനസിക ആധിപത്യം വ്യക്തമാക്കുന്നതിനാണ് ഈ നീക്കങ്ങൾ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് മസ്കറ്റിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആദ്യദിന ചർച്ച അവസാനിച്ചത്. അമേരിക്കയുമായി ചർച്ച പോസിറ്റീവ് എന്നായിരുന്നു ഇറാന്റെ ആദ്യ പ്രതികരണം. ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ ധാരണയിൽ എത്താനാകുമെന്നും ഇറാൻ വ്യക്തമാക്കി. ചർച്ചകൾ തുടരും എന്നും ഇറാനിയൻ പ്രതിനിധികൾ സ്ഥിരീകരിച്ചു. രാജ്യതാൽപര്യം സംരക്ഷിച്ചിട്ടുള്ള നിലപാടാണ് ഇറാന്റേതെന്നാണ് ചർച്ചകൾക്ക് മുന്നേ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞത്. എന്തുവന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുനൽകിക്കൊണ്ടുള്ള സമവായത്തിന് ഇല്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യുഎസ് ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്നും ഇറാൻ സൂചിപ്പിച്ചു. ഇറാന്റെ മിസൈൽ പദ്ധതികളിൽ ഒരു തരത്തിലുമുള്ള പിന്മാറ്റമുണ്ടാകില്ലെന്ന സൂചനയും അരാക്ചി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ മധ്യേഷ്യൻ സൈനിക മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറെ പങ്കെടുപ്പിച്ചതും ഇറാനെതിരെ അമേരിക്കയുടെ സമ്മർദ്ദതന്ത്രമായാണ് വിലയിരുത്തുന്നത്. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിൽ നടന്ന അമേരിക്ക ഇറാൻ പരോക്ഷ ചർച്ചകളിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യേഷ്യൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജരേഡ് കുഷ്നർ എന്നിവർക്കൊപ്പം യുഎസ് സെൻട്രൽ കമാൻഡ് കമാൻഡർ ബ്രാഡ് കൂപ്പർ സൈനിക യൂണിഫോമിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് മേഖലയിൽ യുദ്ധഭീഷണി ഉയരുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഖമനേയിയെ തൂക്കുമെന്ന നിലപാടാണ് മൊസാദിന്. ഖമനേയി ലക്ഷ്യമിട്ട് ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിക്ക് മുതിർന്നാൽ അത് സമ്പൂർണ്ണ യുദ്ധമായി കണക്കാക്കുമെന്നും ശത്രുക്കൾക്ക് ഒരു സുരക്ഷിത സ്ഥലവും ഉണ്ടാവില്ലെന്നും അരാക്ചി വ്യക്തമാക്കി.
ഖമേനി പേടിക്കണം കേട്ടോ എന്ന ഒറ്റ വാചകം കൊണ്ട് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. കഴിഞ്ഞ ജൂണിലെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ ആണവ പ്ലാന്റുകൾ തകർത്ത അമേരിക്ക ഇനിയും പുതിയ പ്ലാന്റുകൾ തുടങ്ങാൻ ശ്രമിച്ചാൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ശ്വാസം മുട്ടിക്കുന്ന ഉപരോധങ്ങൾ നീക്കണമെങ്കിൽ ആണവമോഹം ഉപേക്ഷിക്കുക മാത്രമല്ല, മിസൈൽ പരീക്ഷണങ്ങളും പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. അമേരിക്കയുടെ സൈനിക കരുത്തിനു മുന്നിൽ ഖമേനി മുട്ടുമുടക്കുമോ, അതോ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ മേഖലയിൽ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നതാണ് വരും മണിക്കൂറുകളിൽ ലോകം ഉറ്റുനോക്കുന്നത്. ഇതേസമയം ഏറെക്കാലത്തെ നയതന്ത്ര പ്രതിസന്ധികൾക്ക് ശേഷം നടന്ന ഈ കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.